ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ശക്തിയായ മഴ ഉണ്ടാകുന്നൊരു സമയത്ത് നമ്മുടെ പച്ചക്കറികൾക്കായാലും അതുപോലെ പൂച്ചെടികൾക്കായാലും വളമൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കീടനിയന്ത്രണമൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അത് എന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെയുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണ് കേട്ടോ. ഇതൊക്കെ ഈ വളം കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂക്കളും മൊട്ടുകളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നല്ല ഉഷാറായി തന്നെ നിൽക്കുന്നുണ്ട്. റോസാ ചെടിയിലൊക്കെ ഇത് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂക്കളും നല്ല മൊട്ടുകളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയായി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. മുളകിന് അതുപോലെ തക്കാളിക്ക് റോസാ ചെടിക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ചെടികൾക്കുള്ള വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മൾ നിസാരമായി വലിച്ചെറിയുന്ന മുട്ടത്തോടിൽ 97% അടങ്ങിയിരിക്കുന്ന കാൽസ്യം കാർബണേറ്റാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ കുമ്മായം ഉപയോഗിക്കാറുണ്ട്. മണ്ണിൻ്റെ അമ്ലത കുറക്കാൻ സഹായിക്കുന്ന കുമ്മായത്തിലെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റാണ്. മുട്ടത്തോടിലും കാൽസ്യമുണ്ട്. ഇതിന് പുറമെ ഫോസ്ഫറസ്, മാഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ജൈവ കീടനിയന്ത്രണത്തിന് വളരെ എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ ഒരു രീതിയാണ് മുട്ടത്തോട് കൊണ്ടുള്ള കീടനിയന്ത്രണം. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ മുട്ടത്തോടൊന്നും വെറുതെ കളയാതെ അന്നാന്ന് ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് വെയിലത്ത് വെച്ച് ഉണക്കി ഒരു പാത്രത്തിൽ സംഭരിക്കുക. അങ്ങനെ ഞാൻ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്ത മുട്ടത്തോടിൻ്റെ പൊടിയാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ്. മണ്ണിൻ്റെ അമ്ലത നിയന്ത്രിക്കാനും ആവശ്യാനുസരണം കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും മുട്ടത്തോടിൻ്റെ പൊടിയേക്കാൾ നല്ലൊരു വസ്തു വേറെ ഇല്ല. നമ്മൾ പോട്ടി മിക്സൊക്കെ റെഡിയാക്കുമ്പോൾ 1 സ്പൂൺ മുട്ടത്തോടിൻ്റെ പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ നമ്മൾ റോസാ ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാ ആഴ്ചയിലും 1 സ്പൂൺ വെച്ചിൻ്റെ റോസാ ചെടി ചുറ്റിലും ഇതുപോലെ മണ്ണൊക്കെ ചുറ്റിലും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 സ്പൂൺ വെച്ച് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, നല്ല മൊട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ട നല്ല ഭംഗിയായി തന്നെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. മുട്ടത്തോട് പൊടിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു 5-6 ദിവസം ഒരു വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ ചെടികൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളമായിട്ടുള്ള വളങ്ങളൊന്നും ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മഴ കുറവുള്ള സമയത്ത് നമുക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. മുളക് ചെടിക്കൊക്കെ അത് വളരെ നല്ലതാണ്. ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി നമ്മുടെ ഇതിൽ ചുറ്റിൽ 1-2 സ്പൂൺ വെച്ചിട്ട് കൊടുക്കുന്നു. എന്നിട്ട് മണ്ണുമായി നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇപ്പം മഴ ആയതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല, മണ്ണ് നല്ല പോലെ നനഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിതിൽ ചുവട്ടിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണ്ട നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട്. മുട്ടത്തോട് കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണ്. അതുകൂടാതെ മറ്റു മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കുമ്മായത്തിനു പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. തക്കാളിയിൽ വഴുതനയിലൊക്കെ കാൽസ്യക്കുറവ് കാണാറുണ്ട്. ഇല മഞ്ഞളിപ്പ് അതുപോലുള്ള രോഗങ്ങൾക്കെല്ലാം ഈ മുട്ടത്തോട് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതി ചെടിയുടെ കടക്കൽ ഒരു 2 സ്പൂൺ ചെടിയുടെ കടഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. മണ്ണ് നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമ്മൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ വളമായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത്. പിന്നെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ
വണ്ടുകളുടെയും അതുപോലെ തന്നെ ഒച്ചുകളുടെയും ഒക്കെ ശല്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലകളിലൊക്കെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക. അതേപോലെ തടത്തിലും വിതറി കൊടുത്താൽ ചെറിയ ചെറിയ പുഴുക്കളുടെയും വണ്ടുകളുടെയും ഒക്കെ ശല്യം മാറി കിട്ടുന്നതാണ്. തക്കാളി ചെടിക്കൊക്കെ ആഴ്ചയിൽ ഒരു വട്ടം നമുക്ക് കടഭാഗത്ത് ഇതുപോലെ മണ്ണ് ഇളക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളകിനും ഇത് ഏറ്റവും നല്ലതാണ്. അമ്ലഗുണം കുറക്കാനായിട്ട് നമ്മൾ കുമ്മായം ചേർക്കുന്നതിന് പകരമായി നമുക്ക് മുട്ടത്തോട് ചേർത്ത് കൊടുക്കാം. ഓരോ മാസവും എല്ലാ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് 1-2 സ്പൂൺ വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാൻ ഇത് വളരെ നല്ലൊരു വളമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മഴക്കാലത്ത് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാതെ ഇരിക്കേണ്ട. ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് വിളവെടുക്കാവുന്നതാണ്. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗത്ത് നമ്മുടെ കുറച്ച് ആനക്കൊമ്പൻ വെണ്ടയുണ്ട് വിളവെടുക്കാനായിട്ട്. ഇതൊക്കെ ഒന്ന് വിളവെടുക്കാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതൊരു വെള്ള കളറാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്കിതുപോലെ വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.